കോട്ടയം വൈക്കം പോലീസ് സ്റ്റേഷനിലെ ജോർജ് സാറിനെ കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. സ്വന്തം കൈത്തരിപ്പ് നാട്ടുകാരുടെ നെഞ്ചത്ത് തീർക്കുന്നതാണ് ഇയാളുടെ രീതി. വൈക്കത്ത് പോലീസ് ജീപ്പിൽ KSRTC ബസ് ഉരഞ്ഞെന്ന് പറഞ്ഞ് ഡ്രൈവറെ മർദ്ദിച്ച പോലീസുകാരനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സമർപ്പിച്ചു. അതേസമയം വിവാഹ ഫോട്ടോഗ്രാഫിക്ക് പണം ചോദിച്ചതിന് ആലപ്പുഴയിലെ സ്റ്റുഡിയോ ഉടമയെ മർദ്ദിച്ചതും ഇപ്പോൾ ആരോപണ വിധേയനായ ഗ്രേഡ് SI ജോർജ് എന്നാണ് വിവരം. ലൈസൻസ് കാണിക്കാൻ ബുദ്ധിമുട്ട്. ലൈസൻസ് തന്ന വണ്ടി പോകാൻ പറ്റില്ല. KSRTC ഒറിജിനൽ ലൈസൻസ് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത് കാണിച്ചാൽ മതി സാറിന്. ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം. നീ നിന്റെ ലൈസൻസ് ഇതാ കാണിക്കും. നീ കാണിക്കും, ഞാൻ ഫോട്ടോ എടുക്കട്ടെ. എന്നിട്ട് ഞാൻ ബാക്കി കാര്യം ഞാൻ തരാം. ആ വണ്ടി നമ്പർ എന്ത് ഫോട്ടോ എടുക്കാം, അതിന്റെ ഫോട്ടോ എടുക്കാം. കഴിഞ്ഞ ദിവസം രാവിലെ 11:30ഓടെയാണ് വൈക്കത്തിന് സമീപം തലയാഴത്ത് KSRTC ബസ് പോലീസ് ജീപ്പിന്റെ കണ്ണാടിയിൽ ഉരസിയത്. തുടർന്ന് KSRTC ഡ്രൈവർ ബസ് നിർത്താതെ വന്നതോടെ പോലീസ് എത്തി തടഞ്ഞു നിർത്തി മർദ്ദിച്ചുവെന്നാണ് പരാതി. സംഭവത്തിൽ പരിക്കേറ്റ ഡ്രൈവർ KP വേലായുധൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിനു പിന്നാലെ പോലീസ് ജീപ്പിൽ ഉരസിയതിന് മാത്രം കേസെടുത്തു. ഇതോടെയാണ് സംഭവത്തെക്കുറിച്ച് രഹസ്യാന്വേഷണ വിഭാഗം പ്രത്യേക അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. ഡ്രൈവർക്ക് മർദ്ദനമേറ്റു എന്ന് തന്നെ റിപ്പോർട്ടിലുള്ളതായാണ് വിവരം. പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഇതോടെ ഗ്രേഡ് SI ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടപടി ഉണ്ടായേക്കും. ഈ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ സാറ് ഊതാനുള്ള മിഷൻ ഞാൻ ഊതിയവരാണ്. അവർ മിഷൻ കൊണ്ട് ഊതിയപ്പോൾ പറഞ്ഞു അവരോട് പോയി എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴേക്കും അയാൾ അടി കഴിഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ അടിക്കുന്നുള്ള പ്രതീക്ഷയില്ലല്ലോ. പെട്ടെന്ന് ഇയാളെ ഒറ്റ അടിയാണ് ഇതെന്തിരിക്കും. ഞാനൊക്കെ അതായിട്ട് സാറിനെ എന്നെ അടിക്കണമല്ലോ. ഞാൻ അതല്ല എന്നെ ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. ഒരു പിന്നെ അടിക്കാൻ നിൽക്കുക. 2-3 അടി അടിച്ചിട്ട് ഞാൻ പിന്നെ സാറിനെ അടിച്ചത് എന്തിനു ചോദിച്ചപ്പോൾ മുമ്പ് പറയും എന്നെ അടിക്കില്ല. എന്നെ ഞാൻ മെഡിക്കലാക്കും തന്നെയാണ്. കാരണം വണ്ടി എടുക്കാൻ എന്നെ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞോളൂ. ഇതേ SI തന്നെ നേരത്തെയും അതിക്രമം നടത്തിയതായി പരാതി ഉയർന്നിരുന്നു. ന്യൂസ് 18 നേരത്തെ പുറത്തുവിട്ട സ്റ്റുഡിയോ ഉടമയെ മർദ്ദിച്ച സംഭവത്തിലും ആരോപണ വിധേയനായി നിൽക്കുന്നത് ഇതേ SI തന്നെയാണ്. വൈക്കം സ്റ്റേഷനിലെ പോലീസുകാരന്റെ വിവാഹം ചിത്രീകരിച്ചതിന്റെ പണം ചോദിച്ചതിനാണ് അന്ന് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. ഇരു സംഭവങ്ങളിലും പരാതിക്കാർ DYSP ഉൾപ്പെടെയുള്ളവരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല എന്നാണ് ഉയർന്ന ആക്ഷേപം. ന്യൂസ് 18 കോട്ടയം.